എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായിട്ടുള്ള അപേക്ഷകൾ മെയ് 14 തീയതി മുതൽ മെയ് 17 തീയതി വരെ നടക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അപേക്ഷിക്കാം, അതുപോലെ റീവാലുവേഷന് അപേക്ഷിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടോ, റീവാലുവേഷന് അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് കൂടുമോ, അതുപോലെ തന്നെ റീവാലുവേഷന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിലുള്ള മാർക്ക് കുറയുമോ, കുറഞ്ഞാൽ എന്ത് ചെയ്യും എന്നിങ്ങനെ വിദ്യാർത്ഥികൾക്ക് നിരവധി സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ ഈ ഒരു വീഡിയോയിൽ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് റീവാലുവേഷൻ അപേക്ഷിച്ചാൽ മാർക്ക് കുറയുമോ കൂടുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. റീവാലുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികളുടെ ആൻസർ ഷീറ്റ് ഒന്നുകൂടി വാലുവേഷൻ ചെയ്യുന്നതാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ പേപ്പർ ഒന്നുകൂടി വാലുവേഷൻ ചെയ്യും, ടീച്ചേഴ്സ് വാലുവേഷൻ ചെയ്യും. അങ്ങനെ വാലുവേഷൻ ചെയ്തിട്ട് നിങ്ങൾക്കൊരു നിശ്ചിത മാർക്ക് ഉണ്ടാവും. അപ്പോൾ നിശ്ചിത മാർക്ക്, അതായത് ഇപ്പോൾ 10% അധികം മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആൻസർ ഷീറ്റ് വീണ്ടും മറ്റൊരു ടീച്ചർ കൂടി വാലുവേഷൻ ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു 2 ടീച്ചേഴ്സ് വാലുവേഷൻ ചെയ്തിട്ടും അതിലും 10% വ്യത്യാസം വരികയാണെങ്കിൽ മൂന്നാമതായിട്ട് മറ്റൊരു ടീച്ചർ കൂടി നിങ്ങളുടെ ആൻസർ ഷീറ്റ് വാലുവേഷൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെ വാലുവേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്കാണോ കിട്ടുന്നത് ആ ഒരു മാർക്ക് അനുസരിച്ചുള്ള ഗ്രേഡാണ് നിങ്ങൾക്ക് കിട്ടുക. അതായത് ഓരോ ഗ്രേഡുകൾ തമ്മിലും 10% വ്യത്യാസം ഉണ്ടാകും. അതായത് ഓരോ ഗ്രേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം A+, അതുപോലെ തന്നെ ഈ ഒരു A ഗ്രേഡ്, അതുപോലെ തന്നെ B+, അതുപോലെ തന്നെ B ഗ്രേഡ്, അതുപോലെ തന്നെ ഈ ഒരു C+ ഗ്രേഡ്, അതുപോലെ തന്നെ C ഗ്രേഡ്, അതുപോലെ തന്നെ ഈ ഒരു D+ ഗ്രേഡ്, അതുപോലെ D ഗ്രേഡ്, അതുപോലെ തന്നെ E ഗ്രേഡ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ ഗ്രേഡുകൾക്കിടയിലായിട്ടും ഈ ഒരു 10% വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ ഗ്രേഡുകൾ അതായത് ചേഞ്ച് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഗ്രേഡ് മാർക്ക് പെർസെൻറ്റേജിൽ വ്യത്യാസം വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ റീവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞു. അതായത് ആൻസർ ഷീറ്റ് ഒന്നുകൂടി വാലുവേഷൻ ചെയ്തതിനെയാണ്. അതായത് ഫുൾ ആൻസർ ഷീറ്റും, അതായത് നിങ്ങൾ ഏത് സബ്ജക്റ്റിൻ്റെ റീവാലുവേഷൻ ആയിട്ടാണ് അപ്ലൈ ചെയ്തത് ആ ഒരു സബ്ജക്റ്റ് ഒന്നുകൂടി വാലുവേഷൻ ചെയ്തതാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു റീവാലുവേഷൻ ആയിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് 400 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിഷയത്തിന് 400 രൂപയാണ്. അപ്പോൾ ഇനി ആരൊക്കെയാണ് റീവാലുവേഷൻ അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കാം. റീവാലുവേഷൻ അപേക്ഷിക്കേണ്ട വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗ്രേഡ് കൂടുമെന്ന് പ്രതീക്ഷയുണ്ട്. റീവാലുവേഷൻ അപേക്ഷിച്ചാൽ നിലവിലുള്ളതിനേക്കാൾ ഗ്രേഡ് കൂടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതായത് ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ A ഗ്രേഡ് A+ ആകുമെന്നായിരിക്കും പ്രതീക്ഷ ഉണ്ടാവുക. അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് B ഗ്രേഡ് ഒന്നുകിൽ B+, അല്ലെങ്കിൽ A ഗ്രേഡ്, അല്ലെങ്കിൽ ഈ ഒരു അതായത് A+ ഒക്കെ ആകുമെന്ന് പ്രതീക്ഷ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ C+ എന്നുള്ളത് ഈ ഒരു C+ എന്നുള്ളത് B+, A ഗ്രേഡോ A+ ഒക്കെ ആകുമെന്നുള്ള ഒരു പ്രതീക്ഷയുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ നിലവിലുള്ള ഗ്രേഡ് കൂടുമെന്ന് നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, അതായത് ഉറപ്പായിട്ടും ഒരു പ്രതീക്ഷയുണ്ട് എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഉറപ്പായിട്ടും റീവാലുവേഷനായിട്ട് അപേക്ഷിക്കുക. അതുകൂടാതെ തന്നെ ഫോട്ടോ കോപ്പിക്ക് കൂടി അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെറുതെ ഒന്ന് റീവാലുവേഷൻ അപ്ലൈ ചെയ്യണം. മാർക്ക് കൂടിയാൽ കൂടും, പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല എന്നുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ റീവാലുവേഷന് കൊടുക്കാം. റീവാലുവേഷന് 400 രൂപയാണ് ഫീസ് വരിക. ഇനി റീവാലുവേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിലുള്ള ഗ്രേഡ് കുറയുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക്, അതായത് ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ A എന്നുള്ളത് A+ ഒക്കെ ആവും, അതായത് നിലവിൽ ഉള്ള ഗ്രേഡ് കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു A എന്നുള്ള ഗ്രേഡ് റീവാലുവേഷന് ശേഷം ഈ ഒരു A ഗ്രേഡ് തന്നെയായിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് ഗ്രേഡ് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. അതേസമയം ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു A ഗ്രേഡ് എന്നുള്ളത് ചിലപ്പോൾ B+ അല്ലെങ്കിൽ B ഒക്കെ ആയിട്ട് കുറഞ്ഞേക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ, അതായത് നിങ്ങൾക്കറിയാം റീവാലുവേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞ ശേഷം റീവാലുവേഷൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ചില വിദ്യാർത്ഥികൾക്ക് നിലവിലെ ഗ്രേഡ് കൂടിയേക്കാം, ചില വിദ്യാർത്ഥികൾക്ക് നിലവിലെ സെയിം ഗ്രേഡ് തന്നെയായിരിക്കും റീവാലുവേഷന് ശേഷം ഉണ്ടാവുക. ചില വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ കുറഞ്ഞ ഗ്രേഡായിരിക്കും ചിലപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് വന്ന ശേഷം ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ മാർക്ക് കുറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു നിലവിൽ ഉള്ള മാർക്കിനേക്കാൾ റീവാലുവേഷന് ശേഷം മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ റീവാലുവേഷൻ നിങ്ങൾ അപേക്ഷിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ആദ്യമുള്ള ഗ്രേഡ് എന്ന് പറയുന്നത് A ഗ്രേഡാണ്. അപ്പോൾ നിങ്ങളത് A+ ആകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് റീവാലുവേഷനായിട്ട് അപേക്ഷിച്ചത്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റീവാലുവേഷനായിട്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു A ഗ്രേഡ് എന്നുള്ളത് A+ ആകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് റീവാലുവേഷനായിട്ട് അപേക്ഷിച്ചത്. എന്നാൽ റീവാലുവേഷൻ റിസൾട്ട് വന്ന സമയത്ത് A ഗ്രേഡ് എന്നുള്ളത് നിങ്ങൾക്കൊരു B ഗ്രേഡായിട്ട് കുറഞ്ഞുപോയി, അതായത് B+നും താഴെ B ഗ്രേഡായിട്ട് കുറഞ്ഞുപോയി എന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ, അതായത് A ഗ്രേഡ് എന്നുള്ളത് A+ ആകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത്. എന്നാൽ റീവാലുവേഷൻ റിസൾട്ട് വന്ന സമയത്ത് A ഗ്രേഡ് എന്നുള്ളത് B ഗ്രേഡാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏത് ഗ്രേഡ് പരിഗണിക്കും, അതായത് ആദ്യമുള്ള A ആണോ അല്ലെങ്കിൽ B ആണോ എന്നുള്ള നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. A ആണോ B ആണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, റീവാലുവേഷന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീവാലുവേഷനിൽ മാർക്ക് കുറഞ്ഞാലും അല്ലെങ്കിൽ കൂടിയാലും ഏറ്റവും കൂടിയ ഗ്രേഡ് ഏതാണോ അതാണ് നിങ്ങളുടെ മാർക്കായിട്ട് പരിഗണിക്കുക. അതായത് റീവാലുവേഷന് മുമ്പുള്ള മാർക്കാണോ കൂടുതൽ, അതായത് മുമ്പുള്ള ഗ്രേഡാണോ കൂടിയ ഗ്രേഡ്, അല്ലെങ്കിൽ റീവാലുവേഷന് ശേഷമുള്ള ഗ്രേഡാണോ കൂടിയത്, ഏതാണോ കൂടിയ ഗ്രേഡ് അതാണ് നിങ്ങളുടെ പരിഗണിക്കുക. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ A ഗ്രേഡ് എന്നുള്ളത് റീവാലുവേഷന് ശേഷം B ഗ്രേഡായിട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ A ഗ്രേഡ് എന്നുള്ള, അതായത് ഈ ഒരു ഗ്രേഡാണ് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു തരാം. A ഗ്രേഡ് എന്നുള്ളത് നിങ്ങൾ A+ ആകുമെന്ന് പ്രതീക്ഷിച്ചു
നിങ്ങൾ അപ്ലൈ ചെയ്തു, എന്നാൽ നിങ്ങൾക്ക് റീവാലുവേഷൻ റിസൾട്ട് വന്ന സമയത്ത് എ ഗ്രേഡ് എന്നുള്ളത് ബി ഗ്രേഡ് ആയിട്ട് കുറഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ഗ്രേഡായിട്ട് പരിഗണിക്കുക എ ഗ്രേഡ് ആണ് പരിഗണിക്കുക. അതായത് ഏറ്റവും കൂടിയ ഗ്രേഡ് ഏതാണോ ആ ഒരു ഗ്രേഡാണ് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. അതായത് റീവാലുവേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കുറയില്ല, അതായത് ഗ്രേഡ് കുറയില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് റീവാലുവേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടിയ ഗ്രേഡ് ഏതാണോ, റീവാലുവേഷന് മുമ്പുള്ളതാണോ റീവാലുവേഷന് ശേഷമുള്ളതാണോ കൂടിയ ഗ്രേഡ്, ആ ഒരു കൂടിയ ഗ്രേഡ് ആയിരിക്കും നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്ക്രൂട്ടിനി എന്താണെന്നുള്ളത് പറയാം. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ മുകളിലായിട്ട് നിങ്ങൾ പരീക്ഷ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കുറച്ച് കോളങ്ങൾ കണ്ടിട്ടുണ്ടാകും. നിങ്ങളുടെ മാർക്ക് രേഖപ്പെടുത്താനുള്ള കോളങ്ങളാണ്. അപ്പോൾ അതിൽ നൽകിയിട്ടുള്ള മാർക്ക് കൂട്ടിയതിൽ എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടോ, അതുപോലെ തന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ആൻസർ വാല്യുവേഷൻ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടോ, ഇതുപോലുള്ള ചെറിയ ചെറിയ പരിശോധന നടത്തുന്നതിനാണ് സ്ക്രൂട്ടിനി, അതായത് സൂക്ഷ്മ പരിശോധന എന്ന് പറയുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫോട്ടോ കോപ്പി എന്നുള്ളത് എന്താണെന്ന് നോക്കാം. ഫോട്ടോ കോപ്പി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് സ്കൂൾ മുഖേനയോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ നിങ്ങൾക്ക് അയച്ചു തരുന്നതിനെയാണ് ഫോട്ടോ കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ റീവാലുവേഷന് ഉറപ്പായിട്ടും മാർക്ക് കൂടുമെന്ന് പ്രതീക്ഷയുള്ള ഒരു വിദ്യാർത്ഥി റീവാലുവേഷൻ അപേക്ഷിക്കുന്ന സമയത്ത് ഫോട്ടോ കോപ്പി കൂടി അപേക്ഷ സമർപ്പിക്കുക. കാരണം ഈ ഒരു ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിച്ച ശേഷം നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് ഏതെങ്കിലും തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഗവൺമെൻറ് ഹൈസ്കൂളിലെ അധ്യാപകരെ കൊണ്ട് ജസ്റ്റ് ഒന്ന് വാല്യുവേഷൻ ചെയ്യിച്ചിട്ട് അതിൽ നിങ്ങൾക്ക്, അതായത് ഈ റീവാലുവേഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് വാല്യുവേഷൻ ചെയ്യിക്കാം. അപ്പോൾ അതിനുശേഷം ആ ഒരു സ്കൂളിലെ അധ്യാപകർ വാല്യുവേഷൻ ചെയ്തതിൽ നിന്നും നിങ്ങൾക്ക് കൂടി, അതായത് നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ആ ഒരു വാല്യുവേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെങ്കിൽ ആ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ സെക്രട്ടറിക്ക് നിങ്ങൾക്കൊരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എത്ര മാർക്കാണോ കൂടുതൽ ലഭിക്കാൻ, ഏത് ക്വസ്റ്റ്യനാണ് ഈ ഒരു കൂടിയ മാർക്ക് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നത്, ആ ഒരു കാര്യം പരിഗണിച്ച് നിങ്ങൾക്ക് കൂടിയ ഗ്രേഡ് സാധ്യത ഉണ്ടെങ്കിൽ ആ ഒരു കൂടിയ ഗ്രേഡ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള അവസരം ഒരുങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റീവാലുവേഷൻ അപേക്ഷിച്ചാൽ മാർക്ക് കൂടുമെന്നുള്ള പ്രതീക്ഷയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു ഫോട്ടോ കോപ്പി കൂടി അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. SSLCexam.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ ഒരു മെയ് 14-ാം തീയതി ഒരു ലിങ്ക് വരും. അതായത് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷിക്കാനായിട്ട്, അതായത് അപ്ലൈ ഫോർ, അതായത് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുള്ള ലിങ്ക് കാണാൻ പറ്റും ഈ ഒരു പേജിൽ. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെയാണ് കാണാൻ പറ്റുക. അതിനുശേഷം ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു പേജിലേക്ക് പോകും. മറ്റൊരു പേജിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകാനുള്ള ഭാഗമുണ്ടാവും. അപ്പോൾ അവിടെ രജിസ്റ്റർ നമ്പർ നൽകിയ ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് ഈ ഒരു SSLCയുടെ ആ ഒരു സർട്ടിഫിക്കറ്റ്സിലുള്ള ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, അതായത് ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും അതുപോലെ നിങ്ങളുടെ മാർക്കും കാര്യങ്ങളൊക്കെ ആ ഒരു പേജിൽ വരുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഏതൊക്കെ വിഷയങ്ങൾക്കാണ് റീവാലുവേഷനായിട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള കോളങ്ങൾ ടിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. IT സബ്ജക്റ്റ് ഒഴികെയുള്ള 9 സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാം. ഒരു സബ്ജക്റ്റ് റീവാലുവേഷന് 400 രൂപയാണ്, സ്ക്രൂട്ടിനി ആണെങ്കിൽ 50 രൂപയാണ്, ഫോട്ടോ കോപ്പി ആണെങ്കിൽ 200 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ സമർപ്പിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ രജിസ്റ്റർ നമ്പർ നൽകുക. SSLC രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ആ ഒരു പേജിലേക്ക് ലോഡായിട്ട് വരും. നിങ്ങളുടെ SSLCയുടെ ഓരോ വിഷയത്തിൽ ലഭിച്ച ഗ്രേഡും കാര്യങ്ങളൊക്കെ ആ ഒരു പേജിലേക്ക് വരും. അതിനുശേഷം നിങ്ങൾക്ക് അതിന് താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ പറ്റുന്നതാണ്, അതായത് ഈ ഒരു റീവാലുവേഷൻ, അതായത് റീവാലുവേഷൻ അതുപോലെ തന്നെ സ്ക്രൂട്ടിനി അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞിട്ട് മുകളിലായിട്ട് ഹെഡിങ് പോലെ എഴുതിയിട്ടുണ്ടാവും. അതിന് താഴെ ഓരോ വിഷയത്തിൻ്റെയും പേര്, അതുപോലെ തന്നെ ഈ ഒരു ആദ്യം ഒരു കോളം, പിന്നീട് മറ്റൊരു കോളം, അതുപോലെ തന്നെ പിന്നീട് മറ്റൊരു കോളം. ആദ്യത്തെ കോളം എന്ന് പറയുന്നത് റീവാലുവേഷൻ്റെതാണ്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റീവാലുവേഷൻ, അതുപോലെ തന്നെ സ്ക്രൂട്ടിനി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ്. മൂന്നാമത്തേത് ഫോട്ടോ കോപ്പി എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് വേണമെങ്കിൽ, അതായത് റീവാലുവേഷൻ, ഫോട്ടോ കോപ്പിക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾ ആ ഒരു കോളം ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിൽ ഓരോ സബ്ജക്റ്റിൻ്റെ, അതായത് ബാക്കിയുള്ള 8 സബ്ജക്റ്റിൻ്റെ ആ ഒരു കോളം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും റീവാലുവേഷന് മറ്റ് സബ്ജക്റ്റുകൾ കൊടുക്കണം, അല്ലെങ്കിൽ ഫോട്ടോ കോപ്പിക്ക് മറ്റ് സബ്ജക്റ്റുകൾ കൊടുക്കണമെങ്കിൽ അതത് സബ്ജക്റ്റിൻ്റെ പേരിന് നേരെയുള്ള കോളങ്ങൾ കൃത്യമായിട്ട് റീവാലുവേഷൻ്റെതാണോ സ്ക്രൂട്ടിനിയുടേതാണോ ഫോട്ടോ കോപ്പിയുടേതാണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിൽ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് ടോട്ടൽ എത്ര രൂപ ഫീസായിട്ട് അടക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് താഴെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ആ ഒരു കോളത്തിന് താഴെയായിട്ട് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സബ്ജക്റ്റുകളും നൽകിയ ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് പ്രിവ്യൂ കാണാൻ പറ്റും. പ്രിവ്യൂ കണ്ട ശേഷം നിങ്ങൾക്ക് വീണ്ടും എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ റീവാലുവേഷൻ്റെ ആ സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയുടെ ഏതെങ്കിലും ഓപ്ഷൻസ് റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിലോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതിനെല്ലാം കൺഫേം ചെയ്ത് വീണ്ടും നിങ്ങൾ ആ ഒരു സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം പിന്നീട് കൺഫർമേഷൻ ചെയ്യാനുള്ള ഭാഗത്തേക്ക് പോകും. അങ്ങനെ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ, അതായത് ഈ ഒരു റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് നിങ്ങൾ അപേക്ഷിച്ചതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക. പ്രിൻ്റ് ഔട്ടിൽ നിങ്ങൾക്ക് സിഗ്നേച്ചർ ഇടാനുള്ള ഭാഗമുണ്ടാകും. സ്റ്റുഡൻറ്റ് അവിടെ സിഗ്നേച്ചർ ഇടുക. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ ആ ഒരു പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ SSLC റിസൾട്ടിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ്, അതായത് SSLC റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണോ ടോട്ടലായിട്ട് ഫീസ് ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ
കാണിച്ചിട്ടുള്ളത് ആ ഒരു ഫീസും സഹിതം നിങ്ങൾ ഏത് സ്കൂളിലാണോ ഈ ഒരു 10ാം ക്ലാസ് പഠിച്ചത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനെ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തത് ആ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കണം. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകി കഴിഞ്ഞാൽ ഒരു നിശ്ചിത ദിവസത്തിനകം പ്രിൻസിപ്പൽ, അതായത് നിങ്ങളുടെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ, ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ആ ഒരു ഓൺലൈനായിട്ട് കൺഫേം ചെയ്യുകയും അങ്ങനെ കൺഫേം ചെയ്യുന്ന അപേക്ഷ റീവാലുവേഷനായിട്ട് പോവുകയും ചെയ്യും. ഇങ്ങനെ റീവാലുവേഷൻ അതുപോലെ സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായിട്ട് പോവുകയും അതിനുശേഷം ഈ ഒരു ഫോട്ടോ കോപ്പി വേണ്ടവർക്ക് അത് തപാൽ മുഖേനയോ സ്കൂൾ മുഖേനയോ ഫോട്ടോസ്റ്റാറ്റ് അയച്ചു തരും. അതുപോലെ തന്നെ റീവാലുവേഷൻ റിസൾട്ട് അതുപോലെ സ്ക്രൂട്ടിനി റിസൾട്ടുകൾക്ക് വേണ്ടിയിട്ട് അത് പേപ്പർ വാലേഷൻ ചെയ്യുകയും അതിനുശേഷം പിന്നീട് റീവാലുവേഷനിൽ നിങ്ങൾക്ക് 10% മാർക്ക് കൂടുകയും എങ്കിൽ, അതായത് ഗ്രേഡ് കൂടുകയാണെങ്കിൽ എ എന്നുള്ളത് ചിലപ്പോൾ A+ ആയിട്ടുണ്ടാവും, അതുപോലെ തന്നെ B+ എന്നുള്ളത് A ഗ്രേഡോ A+ ഒക്കെ ആയിട്ടുണ്ടാവും. ഇങ്ങനെ നിങ്ങൾക്ക് ഗ്രേഡ് കൂടിയ ഗ്രേഡിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അടച്ചിട്ടുള്ള ആ ഒരു 400 രൂപ നിങ്ങൾക്ക് തിരികെ, അതായത് ഏത് സബ്ജക്റ്റാണോ 10% അല്ലെങ്കിൽ ഗ്രേഡ് കൂടിയിട്ടുള്ളത് ആ ഒരു പൈസ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് കിട്ടുന്നതും, അതുപോലെ തന്നെ ഗ്രേഡ് കൂടിയിട്ടില്ല മുമ്പത്തെ സെയിം ഗ്രേഡ് തന്നെയാണെങ്കിൽ ആ ഒരു പൈസ റീഫണ്ട് കിട്ടില്ല. അതുപോലെ ഗ്രേഡ് കുറഞ്ഞാലും റീഫണ്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്രേഡ് കുറഞ്ഞാലും കൂടിയാലും അല്ലെങ്കിൽ സെയിം രീതിയിൽ നേരത്തെയുള്ള ആ സെയിം ഗ്രേഡ് തന്നെയാണ് എങ്കിലും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഏറ്റവും കൂടിയ ഗ്രേഡ് ഏതാണോ ആ ഒരു ഗ്രേഡ് ആയിരിക്കും പരിഗണിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ A എന്നുള്ളത് B ഗ്രേഡ് ആയിരുന്നാലും A ഗ്രേഡാണ് നിങ്ങളുടെ മാർക്കായിട്ട് പരിഗണിക്കുക, അതായത് കൂടിയ മാർക്കാണ് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ റീവാലുവേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ മാർക്ക് കൂടുമെന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ റീവാലുവേഷൻ അപേക്ഷിച്ച് മാർക്ക് കുറയുകയാണെങ്കിൽ കൂടി നിങ്ങളുടെ മുന്നത്തെ കൂടിയ മാർക്ക് ഏതാണോ ആ ഒരു കൂടിയ മാർക്കാണ് പരിഗണിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.